റിസൾട്ട് വന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് നിങ്ങളുള്ളത് എന്ന് എനിക്കറിയാം. ഇനി എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ എന്താണെന്നറിയോ? നമുക്ക് ചിലപ്പോൾ 100-ൽ 20-ഉം 21-ഉം 50-ഉം 60-ഉം ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഡബിൾ പാസ് ആയിട്ടുണ്ടോ? എന്താ ഈ ഡബിൾ പാസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഈ ഡബിൾ പാസ് മാർക്ക് കിട്ടാൻ അല്ലെങ്കിൽ ഡബിൾ പാസ് ആവാൻ നമുക്ക് എത്ര മാർക്ക് കിട്ടണം? ഇങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു സ്കോർ കാർഡ് കാണിക്കാം. കണ്ടോ, ഇതൊരു കുട്ടിയുടെ റിസൾട്ടാണ്. ഈ കുട്ടിയുടെ റിസൾട്ട് മാത്രം നിങ്ങൾ നോക്കണ്ട, കാരണം ഇവൾക്ക് എല്ലാത്തിലും 90, 98, 100. അപ്പം ഇതിൽ ഡബിൾ പാസ് ആയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ 100-ന് 98-ന് പകരം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ചിലപ്പോൾ 21 ആയിരിക്കും, ചിലപ്പോൾ 18 ആയിരിക്കും, ചിലപ്പോൾ 36 ആയിരിക്കും, ചിലപ്പോൾ 40 ആയിരിക്കും. അപ്പം ഞാൻ ഡബിൾ പാസ് ആയിട്ടുണ്ടോ എന്നറിയാൻ നിങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആദ്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ തിയറി എക്സാം ശ്രദ്ധിക്കേണ്ടുന്ന, വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ സ്കോർ അല്ല നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇവിടെയുള്ള സ്കോർ അല്ല നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇവിടെയുള്ള സ്കോർ, ഈ തിയറി എക്സാമിന് നേരെയുള്ള സ്കോറാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. കണ്ടോ, തിയറി എക്സാമിന് നേരെയുള്ള സ്കോറാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സ്കോർ 80-ൽ 70 ആണ്, 80-ൽ 78 ആണ്, 80-ൽ 80 ഉണ്ട്, ഇവിടെ 60-ൽ 52 ആണ്. അപ്പോൾ ഈ തിയറി എക്സാമിന്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് പാസ്സായോ ഡബിൾ പാസ് ആയോ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നാദ്യം മനസ്സിലാക്കണം. ചില സബ്ജക്റ്റിന് നമ്മൾക്ക് 80 മാർക്കും ചില സബ്ജക്റ്റിന് 60 മാർക്കിലും ആയിരിക്കും മാർക്ക് ഉണ്ടാവേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഇതിനൊക്കെ 80-ലാണ് മാർക്ക് ഉള്ളത്. ഇവിടത്തേക്ക് വരുന്ന സമയത്ത് അത് 60 മാർക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ കൊമേഴ്സിന്റെ കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇവിടെ നോക്ക്, അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് ആണെങ്കിൽ 40 മാർക്കിന്റെ പ്രാക്ടിക്കൽ എക്സാം ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ള ജോഗ്രഫി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ആണെങ്കിൽ അതിനും നിങ്ങൾക്ക് 40 മാർക്ക് പ്രാക്ടിക്കൽസിന് പോകുന്നുണ്ട്. അപ്പൊ തിയറിയിൽ വരുന്നത് വെറും 60 മാർക്കാണ്. അപ്പൊ 80 മാർക്കാണെങ്കിൽ നിങ്ങൾ പാസ്സാകാൻ വേണ്ടത് നിങ്ങൾക്ക് എത്ര മാർക്കാണ്? നിങ്ങളുടെ ടോട്ടൽ മാർക്കിന്റെ 30% ആണ്. അപ്പൊ ഇവിടെ എത്ര വരും? അപ്പോൾ ഇവിടെ നമുക്ക് 24 മാർക്കാണ് പാസ് ആവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. എത്ര മാർക്കാണ്? നമുക്ക് 24 മാർക്ക് എന്തിനു വേണം? പാസ് ആവാൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 60 ഔട്ട് ഓഫ് 60-ൽ നിങ്ങൾക്ക് എത്ര വേണം? 60-യുടെ 30% നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പാസ് ആവാൻ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം? പാസ് ആവാൻ നിങ്ങൾക്ക് 18 മാർക്ക് അത്യാവശ്യമാണ്. ഓക്കെ, ടോട്ടലിന്റെ 30% നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഉറപ്പിച്ചല്ലോ ആരൊക്കെ പാസ്സായി ആരൊക്കെ ഫെയിലായി എന്നുള്ളത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഇനി പാസ്സായ ആൾക്കാർക്ക് ഞാൻ ഡബിൾ പാസ് ആയോ എന്നറിയാൻ ഒരു കൺസേൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും +1-ൽ നിങ്ങൾ 80-ൽ 24 മാർക്ക് കിട്ടിയാൽ പാസ്സായിട്ടുണ്ടെങ്കിൽ അത് × 2 ആണ് നിങ്ങൾക്ക് വേണ്ടത്. +1-ൽ 24, +2-ൽ 24, വിച്ച് മീൻസ് ഇപ്പൊ ബിസിനസ് സ്റ്റഡീസിന് നിങ്ങൾക്ക് 80 മാർക്കിൽ നിങ്ങൾക്ക് 48 മാർക്ക്, അതായത് 24 × 2, 24, ഒരു 24 +1-ലേക്കും ഒരു 24 +2-ലേക്കും. അപ്പൊ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസിൽ 80-ൽ 48 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായി? ഡബിൾ പാസ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ സബ്ജക്റ്റിൽ 60 മാർക്കിന്റെ ഒരു കേസാണ് വരുന്നതെങ്കിൽ ഇവിടെ എത്ര കിട്ടണം? 18 × 2 നിങ്ങൾക്ക് 36 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, 36 + 36-ൽ കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, 36 അതിൽ കൂടുതലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായി? നിങ്ങൾ ഡബിൾ പാസ് ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സമാധാനമായിട്ടുണ്ടാവും. കുറച്ച് പേർക്ക് സമാധാനം പോയിട്ടുണ്ടാവും. സമാധാനം ഉള്ള ആൾക്കാരും സമാധാനം പോയ ആൾക്കാരും ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ +1-ലാണ്, +2-ലും നമുക്ക് പാസ് ആവാനുള്ള ഒരു അവസരമുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ പാസ്സായിട്ട് പോലും ഇല്ല എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഇവിടെ 20 മാർക്കേ ഉള്ളൂ എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഈ 48-ലേക്ക്, തിയറിയിൽ 48-ലേക്ക് +2-ൽ നിന്ന് എത്തിച്ചാലും മതി. നിങ്ങൾ +1-ഉം +2-ഉം പാസ്സായി. ഓക്കെ, അപ്പൊ യാതൊരു ടെൻഷനും നിങ്ങൾക്ക് ആവശ്യം വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? +2 നന്നായിട്ട് അങ്ങ് പ്രിപ്പയർ ചെയ്താൽ മതി. സുഖമായിട്ട് ഫൈനൽ എക്സാമിന് നല്ല സ്കോർ വാങ്ങിക്കാം. എജുപോർട്ട് എപ്പോഴും കൂടി ഉണ്ടാവും.